വെള്ളിയാഴ്ചയാണ് ഇറാനും യു.എസും തമ്മിലുള്ള നിർണായക ചർച്ച. യുദ്ധത്തിന്റെ പടിവാതിൽ നിന്നാണ് ചർച്ചയുടെ ആശ്വാസത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. മിഡിൽ ഈസ്റ്റിന് തന്നെ ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ചാണ് യു.എസ് ഇറാൻ ചർച്ച. നേരത്തെ തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താനായിരുന്നു തീരുമാനം. ഇക്കാര്യം രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യു.എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച തുർക്കിയിൽ നിന്ന് ഒമാനിലേക്ക് മാറ്റിയത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ആണവ ചർച്ചകൾ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി ആശങ്കപ്പെടണമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ആണവ ചർച്ച വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ പറയുന്നത്. മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കൊണ്ടാണ് ചർച്ചയുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ കരാർ മാത്രമല്ല ചർച്ച ചെയ്യുകയെന്നും മേഖലയിലെ സംഘർഷങ്ങളും ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നുമാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. എന്നാൽ ഇറാനുമായുള്ള ചർച്ച വെറും ചടങ്ങായി മാറുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ യു.എസിന് താല്പര്യമില്ലെന്ന സംശയമാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് യു.എസുമായി നയതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് ചില ഡിമാൻഡുകളും ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, ചർച്ച നീതിയുക്തമായിരിക്കണം, സുതാര്യമായിരിക്കണം. ഇതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ യു.എസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. 2 ദിവസം മുമ്പ് അറബിക്കടലിൽ യു.എസും ഇറാനും കൊമ്പ് കോർത്തിരുന്നു. ഇറാന്റെ ഡ്രോൺ യു.എസ് യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടു. അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യു.എസ് പടക്കപ്പൽ USS എബ്രഹാം ലിങ്കണാണ് ഇറാന്റെ ഡ്രോണിനെ വെടിവെച്ചിട്ടത്. ഡ്രോൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെ സമീപിച്ചു. അതാണ് ഡ്രോണിനെ വെടിവെക്കാൻ കാരണമെന്നാണ് യു.എസ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോണിനെ വെടിവെച്ചിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അവകാശപ്പെട്ടു. പിന്നാലെയാണ് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ച് ഇറാന്റെ പ്രസിഡന്റ് തന്നെ എത്തിയത്.